എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്. ഈ മഞ്ഞ വണ്ടി എൻ്റെയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹൈദരാബാദിൽ ഉപ്പൽ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ ഞാൻ എൻ്റെ വണ്ടിയൊക്കെ വെച്ചു. ഇവിടെ നമ്മൾ പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അമ്പലങ്ങളിലേക്കാണ്. ഹൈദരാബാദിൽ നിന്ന് അധികം ദൂരത്തല്ലാണ്ടാണ് ഈ 2 അമ്പലങ്ങൾ. അത് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന 2 അമ്പലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ്സിനാണ് പോകാൻ പോണത്. ഈ 2 അമ്പലങ്ങളെയും വ്യത്യസ്തമാക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരിക്കുന്ന ലൊക്കേഷൻ, അതിൻ്റെ ആർക്കിടെക്ചറലായിട്ടുള്ള അതിൻ്റെ ഒരു എടുപ്പും ഭംഗിയൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങടേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ. ഈ കാണുന്നത് ഉപ്പലിലെ സ്കൈ വാക്കാണ്, അഥവാ ആകാശപാത. നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്. അതുപോലെ കോട്ടയത്ത് അങ്ങനെ ഒരെണ്ണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് അത് ഇതുവരെ നടന്നിട്ടില്ല. ഇത് പക്ഷേ നല്ല ഭംഗിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ആൾക്കാരിത് നന്നായിട്ട് യൂസും ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ സെക്കന്ദരാബാദിലേക്ക് ചെല്ലണ ഒരു മെയിൻ ഇന്നർ റിംഗ് റോഡാണ്. അത് ഭയങ്കര തിരക്ക് പിടിച്ച റോഡാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ ആൾക്കാർ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കയറാനായിട്ട് ലിഫ്റ്റൊക്കെ ഉണ്ട്. ലിഫ്റ്റ് ചിലയിടത്ത് എസ്കലേറ്റർ ഉണ്ട്. ലിഫ്റ്റ് ഞാൻ ചെന്നപ്പോൾ വർക്ക് ചെയ്യണ്ടായില്ല. പക്ഷേ നല്ല ഫെസിലിറ്റികളൊക്കെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാലും നല്ല രസമാണ്. നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് തൂത്ത് തുടച്ച് അങ്ങനെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് അതിൻ്റെ മുകളിൽ മൊത്തം. ഇവിടെ ഇവർ ഇരിക്കാനായിട്ട് ബെഞ്ച് ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിലൊക്കെ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഇരിക്കണ കാണാം. ഇരുന്നാലും നല്ല രസമാണ്. കാരണം അപ്പുറത്ത് മെട്രോ, താഴെ റോഡ്, തിരക്ക് പിടിച്ച റോഡ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഇവിടെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇരിക്കാൻ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. അത് കാരണമാണ് ഇവിടെ ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ മെട്രോ ട്രെയിൻ വന്ന വിഷ്വൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സ്കൈ വാക്കിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറി. ബസ്സിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ ബസ്സിൽ ഞാൻ അധികം വീഡിയോ എടുക്കണില്ല, ആൾക്കാർ അത്ര കംഫർട്ടബിൾ ആവില്ലല്ലോ. അപ്പോൾ ഞാൻ എങ്ങടെ പോണേന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പോണത് 2 അമ്പലങ്ങളിലേക്കാന്ന് പറഞ്ഞു. ആ അമ്പലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സുവർണഗിരി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അത് ഭുവനഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് ഒരു പുതിയ അമ്പലമാണ്. അത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ നടന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള അമ്പലമാണ്. പിന്നെ രണ്ടാമത് ഞാൻ പോണത് യാദഗിരിഗുഡ എന്ന് പറഞ്ഞൊരു അമ്പലമാണ്. ഇങ്ങനെ പോകുമ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. കാരണം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ്. അതായത്
സെൻട്രേക്കിടെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡാണ് ഇത്. നാഷണൽ ഹൈവേ ആണെന്നാണ് എനിക്ക് തോന്നണേ, കാരണം ഇത് ടോൾ റോഡാണ്. ടോൾ ഭരിക്കണ NHAI ആണ്. ഇത് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഹൈദരാബാദ് വാറങ്കൽ ഹൈവേ എന്നാണ് കാണിക്കുന്നത്. എന്തായാലും നല്ല റോഡാണ്. അതായത് നല്ല കണ്ണിന് നല്ല ഇമ്പമുള്ള കാഴ്ചകളാണ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇതൊക്കെ കണ്ടില്ലേ, അവൻ്റെ ചട്ടിയിൽ ചെടിയൊക്കെ നട്ടു വെച്ചേക്കുവാണ്. നല്ല രസമാണ് കാണാൻ. ഈ റോഡ് ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനങ്ങനെ അമ്പലത്തിലേക്ക് പോകാനുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി. സുവർണഗിരിയിലേക്കുള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിത്തരും. അപ്പോൾ എനിക്കിനി റോഡ് ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നടന്ന് പോകാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാം. ഓട്ടോയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 30 രൂപയാണെന്ന് തോന്നുന്നു അവർ മേടിക്കുന്നത്. ആക്ച്വലി ബസ്സും ഉണ്ട്. ഈ ബസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് തിരിച്ചു പോകുന്ന വഴിക്കാണ്. ബസ് എപ്പോഴും ഇല്ല. ബസ് എൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് 2 കിലോമീറ്ററിൻ്റെ അടുത്തെങ്ങാണ്ടുണ്ട്. അപ്പോൾ വേറെ ആരും നടക്കണ കണ്ടില്ല, എല്ലാവരും വണ്ടിയിലാണ് പോണത്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവും. അപ്പോൾ പോണ വഴിക്ക് ആ വലത് ഭാഗത്ത് ആ മതിലിൽ എഴുതി വെച്ചേക്കണ കണ്ടു. അത് ഇടത് ഭാഗത്തും ഉണ്ട്. അത് ഏതോ ഒരു ഹിന്ദിക്കാരൻ യൂട്യൂബർ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അതിലേക്കിടെ നിറച്ച് എഴുതി വെച്ചേക്കുവാണ്. അത് ഇവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും ഞാൻ കണ്ട് ബസ്സിൽ വരണ വയ്ക്കുക ഇതേ ആളുടെ. അതെന്ത് വൃത്തിയായിട്ട പരിപാടിയാണല്ലേ. ഈ അമ്പലത്തിലേക്കുള്ള റോഡ് തുടങ്ങണ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് പനയും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് അതിൻ്റെ പണി റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ കാറുകളിലൊക്കെ ആൾക്കാരിങ്ങനെ പോകണമെന്നൊക്കെ കാണാം. 1 കാർ 2 കാറില്ല, കാറ്, ട്രാവലർ, 2 വീലർ, അങ്ങനെ എല്ലാ വണ്ടിയിലും ആൾക്കാർ പോകുന്നുണ്ട്. നടന്ന് പോകണമെന്ന് മാത്രം ആരെയും കാണാനില്ല. ഈ നടന്നു പോകണ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ ഭഗവാന് കൊടുക്കാനുള്ള സമർപ്പിക്കാനുള്ള തേങ്ങ, ചന്ദനത്തിരി, പൂവ് അതൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലർ കാറൊക്കെ നിർത്തി അത് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിൽക്കുന്നുണ്ട്. അത് ഈ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ട്. അതിൻ്റെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഉണ്ടത്. ഇവരെല്ലാവരും ഡിജിറ്റലാണ്. എല്ലാവരുടെയും കയ്യിൽ ഫോൺ പേയും ഗൂഗിൾ പേയും എല്ലാം ഉണ്ട്. ഈ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെയൊക്കെ നല്ല നല്ല പൂക്കൾ, കോളാമ്പിപ്പൂവും പിന്നെ അങ്ങനെയുള്ള പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നല്ല ഫുൾ ഫ്ലഡ്ജ് ആവുമ്പോൾ ഇത് നല്ല അടിപൊളിയായിരിക്കും. ഈ അമ്പലം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ. ഇതും അങ്ങനെ അമ്പലത്തിൽ സമർപ്പിക്കാനുള്ള തേങ്ങയും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടിരിക്കുന്നവരാണ്. ഇതൊരു ഹസ്ബൻഡും വൈഫും ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, കോളാമ്പി പൂവ്, പന, നല്ല രീതിയിലാണ് അവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഫുൾ ഫ്ലഡ്ജിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയാവും. ആ നേരെ കാണുന്നതൊരു ചെറിയൊരു കയറ്റമാണ്. ആ കയറ്റം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ അമ്പലത്തിൻ്റെ ആദ്യത്തെ ഒരു വ്യൂ കിട്ടുന്നത്. അങ്ങനെ ആ കയറ്റം കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വിദൂരമായിട്ടുള്ളൊരു വ്യൂ കിട്ടി. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് നല്ല ദൂരമുണ്ട്. ഒരു 1-1.5-2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ദൂരമുണ്ട്.
ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിനൊരു പ്രത്യേക ഒരു ഭംഗി തോന്നും. എന്തോ പ്രത്യേകതയുള്ള അമ്പലമാണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ആ കയറ്റം കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഈ നെൽപ്പാടങ്ങളൊക്കെയാണ്. ആ നെൽപ്പാടങ്ങളിൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ് ഈ വൈക്കോല് ചുരുട്ടി വെച്ചേക്കണത് കാണാം. പിന്നെ ആടുകളും പശുക്കളൊക്കെ അങ്ങനെ മേയണത് കാണാം. അതൊരു നല്ല വ്യൂ ആണ്. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന മറ്റേ കൃഷിയിടങ്ങളെന്നൊക്കെ പറഞ്ഞ കാര്യം, അത് അപ്പുറത്ത് കൃഷിയിടങ്ങളാണോ എന്നറിയില്ല. ഇവിടെ ഒരു മൊത്തത്തിലൊരു മൂടലുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പലം കാണാനാണെങ്കിലും ഒരു മൂടലുണ്ട്. അതുപോലെ തന്നെ ആ കയറ്റം കയറി കഴിഞ്ഞിട്ട് പിന്നെയുള്ള റോഡ് മൺ റോഡാണ്, ടാർ ചെയ്തിട്ടുള്ള. എനിക്ക് തോന്നുന്നു അത് ഭാവിയിൽ ടാർ ചെയ്ത് നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും കാണും. ഇതൊക്കെ നല്ല മൺ റോഡാണ്. ഇതിൽ കൂടെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ നല്ല പൊടിയായിരിക്കും. ഈ നടന്നു പോകുമ്പോൾ നമുക്ക് ആ കാറ് പോകണ വഴിയല്ലാണ് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഈ ബൈക്ക് പോകാനൊക്കെ ആയിട്ടുള്ളൊരു ആൾക്കാരുണ്ടാക്കിയിട്ടേക്കണ ഒരു വഴിയാണ്. ചെറിയ വഴിയാണ്, ബൈക്കേ പോകുള്ളൂ. കാറ് വേണമെങ്കിൽ പോവും എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ കൂടെ കാർ അങ്ങനെ പോകണില്ല, ബൈക്കുകളാണ് പോണത്. പിന്നെ നടന്നു പോകണവരൊക്കെ ഇതിൽ കൂടെയാണ് പോണേ. കാരണം ഇതൊരു ബൈപ്പാസ് പോലെയാണ്. മറ്റേ വഴി അങ്ങനെ വളഞ്ഞു ചുറ്റി പോകാണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു വഴിയാണ് ഈ വഴി. നമ്മളതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് ചെല്ലാറാകുമ്പോൾ അവിടെ ഓരോ ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ ഇങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാണ് അതിൻ്റെ എൻട്രൻസ്, മെയിൻ പടിപ്പുര. ഭയങ്കര ഗംഭീര പടിപ്പുരയാണ്. അത് നല്ല കല്ലുകൊണ്ട് പണിതിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിൽ. പക്ഷെ അത് ഒറിജിനൽ കല്ലല്ല. ഈ അമ്പലത്തിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: സ്വർണ്ണഗിരി ശ്രീ വെങ്കടേശ്വര സ്വാമി ദേവസ്ഥാനം, മനേപ്പള്ളി ഹിൽസ്, തെലങ്കാന. അതായത് ഈ മനേപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലം ഉണ്ടാക്കിയേക്കുന്നത് മനേപ്പള്ളി ഗ്രൂപ്പാണ്. മനേപ്പള്ളി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാന, ആന്ധ്രയിലൊക്കെ ഉള്ളൊരു വലിയ ജ്വല്ലറി റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അവർക്കൊരുപാട് ജ്വല്ലറികളുണ്ട്, നമ്മുടെ ആലുക്കാസ്, കല്യാൺ, ഭീമ ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഗേറ്റിങ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പാലിക്കേണ്ട ഒരു ഡ്രസ് കോഡിനെ പറ്റിയിട്ട്. പടിപ്പുര കടക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ ഒരു ഗാംഭീര്യം മനസ്സിലാവണത്. ആ പടിക്കെട്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോഴാണ് നമുക്കിതൊരു വിശാലമായിട്ടുള്ളൊരു വലിയ ക്യാമ്പസാണെന്ന് മനസ്സിലാവണത്. ഇവിടെ ഒരുപാട് വാളണ്ടിയേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതൊക്കെ വാളണ്ടിയേഴ്സാണ്. എനിക്ക് തോന്നുന്നു വണ്ടി ചെക്ക് ചെയ്യണ ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാ വണ്ടികളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പിളിൻ്റെ നമുക്കൊരു നല്ല വ്യൂ കിട്ടും. അത് നല്ലൊരു ആർക്കിടെക്ചറാണത്. നമുക്ക് അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു അത്ഭുത നിർമ്മിതിയായിട്ടൊക്കെ തോന്നും. ഇത് കരിങ്കല്ലും കൊണ്ടാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ കരിങ്കല്ലല്ല, ഇതെല്ലാം സിമൻ്റാണ്. അത് പക്ഷേ ഒരു നല്ല രീതിയിൽ കരിങ്കല്ലാന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. ഭയങ്കര കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്കങ്ങനെ ഒരു വലിയൊരു ക്രൗഡ് ഒന്നും അങ്ങനെ തോന്നണില്ല. വലിയ തിരക്കില്ലാത്ത ഒരമ്പലമാണ്. പക്ഷേ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്കുണ്ടാവും. ഇവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല.
ആ ഇരിക്കുന്നത് ഇവിടുത്തെ തേരിൻ്റെ ഒരു മോഡലാണ് എൻ്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഈ മൂർത്തീനെ പുറത്തിറക്കി ശീവേലി പോലെ കൊണ്ടുപോകുമല്ലോ, അതിൻ്റെ ഒരു തേരാണ്. ആ കാണുന്നതാണ് അങ്ങോട്ട് അമ്പലത്തിലേക്ക് കയറിപ്പോണ മെയിൻ വഴിയാണ് ആ കാണുന്നത്. നമ്മളിവിടെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങണതിൻ്റെ തൊട്ട് മുമ്പൊരു പാദത്തിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് നിന്ന് തൊഴുവുണ്ട്. അതുപോലെ ആ കയറുന്ന സ്റ്റെപ്പിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് ചായ, ജ്യൂസ്, സ്നാക്സ് ഒക്കെ കിട്ടുന്ന സ്റ്റാളുകൾ കാണാൻ പറ്റും. അവിടെ നല്ല ഫ്രഷ് ജ്യൂസ്, ഗോലി സോഡ, ചായ, കരിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് വാങ്ങി കുടിക്കുന്നുണ്ട്. ഞാൻ കുടിച്ച് നോക്കിയില്ല, ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കയറണത്. അങ്ങനെ ഞാൻ പടിക്കെട്ട് കയറി തുടങ്ങി. പടിക്കെട്ടിൽ ആരും ചെരുപ്പ് യൂസ് ചെയ്യണില്ല. ചെരുപ്പ് നമ്മൾ ഇവിടെ കയറുന്നതിന് മുമ്പ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെ ചെരുപ്പ് കളക്ട് ചെയ്യണ ആൾക്കാരിരിക്കുന്നുണ്ട്. അവർക്കൊരു 5 രൂപ കൊടുത്താൽ മതി. 5 രൂപ അവിടെ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. 5 രൂപ അവർ കൊടുത്താൽ മതി. അവർ ചെരുപ്പ് വെക്കുമ്പോൾ ഒരു കൂപ്പൺ തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പ് എടുക്കുമ്പോൾ പൈസ കൊടുത്താൽ മതി. നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലണത് അമ്പലത്തിൻ്റെ നേരെ മുമ്പിലേക്കാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കണേ, നല്ല കല്ല് വിരിച്ച് ഇങ്ങനെ ഇട്ടേക്കണ ഒരു സ്ഥലമാണ്. ആ കാണുന്നതാണ് അതിൻ്റെ മെയിൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ കല്ല് കൊണ്ടെന്നുള്ള പോലെ ഉണ്ടാക്കി വെച്ചേക്കണം. പക്ഷെ അത് ഒറിജിനൽ കല്ല് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം മറ്റേ സിമൻറ്റ് തന്നെ കല്ല് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അതാ കൊടിമരമാണ് അകത്ത് കാണുന്നത്. നല്ല രസമുണ്ട്. ഇത് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്ന സംഭവമാണ് ഇത്. ഭയങ്കര വലുതായിട്ട് ആണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ചിഹ്നം എന്തോ ആണ്. അതുപോലെ ഒരുപാട് ശബരിമലയിലേക്കുള്ള സ്വാമിമാരൊക്കെ ധാരാളം വരുന്നുണ്ട്. നമുക്കങ്ങനെ കറുപ്പൂട്ട ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗമാണ്. അതുകാരണമാണ് അവിടെ കൊടിമരമൊക്കെ ഇരിക്കുന്നത്. ഇതിൽ കൂടെയാണ് അകത്തേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നത്. ഇപ്പോൾ ആൾക്കാരെ കയറ്റുന്ന സമയമായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് 2:30-ക്കാണ് ഇത് ആൾക്കാരെ കയറ്റി വിട്ട് തുടങ്ങുന്നത്. അമ്പലത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്. ഇതിപ്പോൾ ആ അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള ഒരു കുറച്ചും കൂടെ സൂം ചെയ്തൊരു വിഷലാണ്. ഇങ്ങടേക്കൊന്നും ഫോൺ കയറ്റാൻ സമ്മതിക്കില്ല അവർ. ഫോൺ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെ ഒരു 5 രൂപ കൊടുത്താൽ മതി. ഇതാ എൻ്റെ ദർശൻ ടോക്കൺ എടുക്കുന്ന ഒരു കൗണ്ടറാണ്. അത് സ്പെഷ്യൽ ടോക്കൺ. നമുക്ക് ഫ്രീ ദർശനമുണ്ട്. ഫ്രീ ദർശനം കുറച്ച് വലിയ ക്യൂ ആണ്. പിന്നെ ഒരു 50 രൂപയുടെ ഒരു കൂപ്പണുണ്ട്. അതാണ് നമുക്കൊക്കെ ഏറ്റവും കൺവീനിയൻറ്റ്. കാരണം 50 രൂപയുടെ എടുത്തു കഴിഞ്ഞാലും വലിയ തിരക്കില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ട് ഇറങ്ങി വരാൻ പറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ തേര്. അതായത് ആ മൂർത്തീനെ പുറത്തിറക്കി ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കൊണ്ടുപോകണോണ്ട് ഒരു ചടങ്ങുണ്ടല്ലോ, നമ്മുടെ ശീവേലി പോലെ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന തേരാണ്. മരം കൊണ്ടുണ്ടാക്കിയ തേരാണ്. അപ്പോൾ അതിൽ മരത്തിൽ നിറയെ ഇങ്ങനെ കൊത്തുപണിയൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് അത് കാണാൻ. ഒരുപാട് പേര് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണ കാണാൻ പറ്റും. നല്ല മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൊത്തുപണി ചെയ്ത ഒരു
തേരാണിത്. ഈ തേരൊക്കെ നമുക്ക് തൊട്ടും പിടിച്ചൊക്കെ നോക്കാനൊക്കെ പറ്റും. ആൾക്കാരങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ മൈന്യൂട്ടായിട്ടുള്ള ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ഇവർ. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഫോൺ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് 5 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. അകത്തേക്ക് അവർ ഒരു കാരണവശാലും ഫോൺ അനുവദിക്കില്ല. ദർശനത്തിന് കയറാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഫ്രീ ദർശൻ്റെ ക്യൂ ആണ്. അതാണ് ഇത്ര നീണ്ട ക്യൂ. തൊട്ടപ്പുറത്ത് 50 രൂപ കൊടുത്ത് കയറുന്ന ക്യൂ ഉണ്ട്. പിന്നെ വേറെ അതിൻ്റെ മുകളിലുള്ള ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അതിലും കൂടിയ റേറ്റിലുള്ള ക്യൂ ഒക്കെ ഉണ്ട്. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഈ ആനയുടെയും പശുവിൻ്റെയും ഒക്കെ പ്രതിമകളിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നല്ല രസമാണ്. ഒരുപാട് പേര് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഈ അമ്പലം ശരിക്കും 2 പാർട്ടാണ്. നമ്മൾ ആദ്യം കണ്ടത് സ്വർണ്ണഗിരി ശ്രീ വെങ്കടേശ്വര സ്വാമി ദേവസ്ഥാനം. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ശ്രീ ജലനാരായണ സ്വാമി സന്നിധി. അതായത് അനന്തശയനത്തിലുള്ള വിഷ്ണു വെള്ളത്തിൻ്റെ നടുക്ക് കിടക്കുന്നതായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നപ്പോൾ അവിടെ വെള്ളം ചേഞ്ച് ചെയ്യാനായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. നമുക്കത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പുറത്തുനിന്നുള്ള കുറേ ഷോട്ട് എടുത്തു. പുറത്തുനിന്ന് കാണാനും ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. കല്ലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കണ പോലെ. ഇത് കല്ലല്ല, നേരത്തെ പറഞ്ഞ പോലെ സിമൻ്റാണ്. പക്ഷേ കല്ല് പോലെ തന്നെ ഇരിക്കും. ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അതുപോലെ ഇത് അമ്പലത്തിൻ്റെ പുറത്ത് വച്ചേക്കുന്ന ഒരു ഹനുമാൻ്റെ വലിയൊരു പ്രതിമയാണ്. കാര്യസിദ്ധി ഹനുമാൻ എന്നാണ് ഇതിൽ എഴുതി വച്ചേക്കുന്നത്. വലിയ പ്രതിമയാണ്. ഇതും കാണാനൊരു നല്ല രസമുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ 360 ഡിഗ്രി വീഡിയോ എടുക്കണ ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഈ പിള്ളേർക്ക് കയറി നിന്ന് ചാടാനുള്ള ട്രാംപോളിൻസ് അതും ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണൊക്കെ വെച്ചിട്ട് അകത്ത് കയറി തൊഴുതായിരുന്നു. ഞാൻ 50 രൂപയുടെ ടിക്കറ്റ് എടുത്താണ് തൊഴുതത്. നല്ലൊരു അനുഭവമാണ് അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ആംബിയൻസാണ്.
ദർശനം കഴിഞ്ഞ് ഇറങ്ങി അമ്പലത്തിൻ്റെ ബാക്കിലോട്ട് വന്നപ്പോൾ അവിടെ കാണുന്ന ഒരു വലിയ ബിൽഡിംഗ് ആണിത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണ്. ഒരു കല്യാണ മണ്ഡപം ഒക്കെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ആ വെച്ചേക്കണതുണ്ട്, അതൊക്കെ ഒറിജിനൽ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ്. അത് വലിയ ആഭരണമാണ്. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ മൂർത്തിക്ക് ചാർത്താനുള്ള തിരുവാഭരണത്തിൻ്റെ ഒരു മോഡലായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇന്ന് വന്നേക്കുന്ന ദിവസം ഒരു കല്യാണം ഇവിടെ നടക്കേണ്ട, അതിൻ്റെയാണ് ഈ തിരക്ക്. അവിടെ ഒരു പന്തലും കൗണ്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാരെ നോക്കിയാണ് കടത്തി വിടുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര റിച്ചാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല ഭയങ്കര റിച്ച് കല്യാണ മണ്ഡപമാണ് അതിൻ്റെ ഉള്ളിൽ. ആ സെയിം ബിൽഡിങ്ങിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണിത്. എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം എന്ന് തോന്നുന്നു. മറ്റത് ആ കല്യാണ മണ്ഡപത്തിൻ്റെയൊക്കെ എൻട്രി ഭാഗമാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ടേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിൻ്റെ ഒരു വൈഡ് വ്യൂ ആണിത്. ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്കുന്നത്. ഇനി ഞാൻ ഇവിടുത്തെ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. ഫ്രീ ഫുഡാണ്. നേരെ കാണുന്ന അതാണ് അന്നദാന മണ്ഡപം. ഇതിപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു താൽക്കാലിക പന്തലാണ്. അതിൻ്റെ ബാക്കിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു അന്നദാന മണ്ഡപം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണ്. ആൾക്കാർ നിലത്തിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നിന്ന് കഴിക്കാം. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതാണ് ഇവിടെ നിന്ന് കിട്ടിയ ഫുഡ്. ചോറ്, പിന്നെ പേരറിയാത്ത നല്ല ടേസ്റ്റുള്ളൊരു കറി, പിന്നെ കേസരി, മധുരമുള്ള കേസരി. ചോറൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും തരും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെർവിങ് ഉണ്ട്. ആ സെക്കൻഡ് സെർവിങ്ങിൻ്റെ കൂടെ രസവും കിട്ടും. നല്ല ഫുഡാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു ലഡു പ്രസാദം കൂടെ മേടിച്ചു. 50 രൂപയാണ് ലഡു പ്രസാദത്തിന്. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമല്ല ഓട്ടോയ്ക്ക് പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം എന്നുള്ളൊരു രീതിക്കാണ് ഞാനിപ്പോൾ ഇറങ്ങണത്. ഞാനങ്ങനെ താഴെ എത്തി. താഴെ നമ്മൾ ആദ്യം കണ്ട കടകളാണിത്. ചായ, കാപ്പി, ജ്യൂസ്, സ്നാക്സ് അതൊക്കെ കിട്ടും ഇവിടെ. ഞാനങ്ങനെ പുറത്തിറങ്ങി ഓട്ടോ പിടിക്കാം അല്ലെങ്കിൽ നടന്നു പോകാം എന്ന് കരുതിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബസ് കേൾക്കാനുള്ളത്. അപ്പം TSRTCയുടെ ബസ്സാണ്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇവിടുത്തെ ഭുവനഗിരി ബസ് സ്റ്റാൻഡ് വരെ പോവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആ ബസ്സിൽ കയറാൻ തീരുമാനിച്ചു. അപ്പം ഞാനങ്ങനെ കയറി. ഭാഗ്യത്തിന് എനിക്ക് ഒരു സീറ്റ് കിട്ടി. ബസ് ഇവിടെ നിന്ന് എടുത്തപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ഭുവനഗിരി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ഇവിടെ നിന്നാണ് എനിക്കിനി യാഥാർത്ഥ്യഗുഡയിലേക്കുള്ള ബസ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഈ ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്നൊരു മലയും അതിൻ്റെ മുകളിലൊരു കോട്ടയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കുക. കാരണം ഇതെൻ്റെ ആദ്യത്തെ ശ്രമമാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടാവാം.
അപ്പോൾ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.